ആറാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. മനേകാ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ ഉൾപ്പെടെ 14 മണ്ഡലങ്ങൾ നാളെ ബൂത്തിലേക്കെത്തും. അതേസമയം കഴിഞ്ഞ ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവുൾപ്പെടെ BJPയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നു. വിഷ്ണു ഒരുപാട് തവണ UPയിലേക്ക് പോയി. അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒരു 14 മണ്ഡലങ്ങളിലെ കാര്യങ്ങളൊന്ന് വിശദമാക്കുമോ? ഷമി, തീർച്ചയായിട്ടും ആറാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അത് സുൽത്താൻപൂർ, പ്രതാപ്ഗഡ്, ഫുൽപൂർ, അലഹബാദ്, അതോടൊപ്പം തന്നെ ബസ്തി ഉൾപ്പെടെയുള്ള 14 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. ഇതിൽ BJPയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഇത്തവണ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 63 സീറ്റാണ് NDAക്ക് ലഭിച്ചത്. പക്ഷേ ഇത്തവണ അതിൽ വലിയ ഒരു കുറവ് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. വലിയ തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരമടക്കം ഉത്തർപ്രദേശിൽ ഗ്രാമീണ മേഖലകളിലും കർഷകരിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് പോളിംഗ് പെർസെൻറ്റേജിലെ ഒരു കുറവും BJPയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നാളെ 14 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് സുൽത്താൻപൂരാണ്. സുൽത്താൻപൂർ നമുക്കറിയാം, മനേകാ ഗാന്ധിയാണ് ഇവിടെ നിന്ന് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നേരത്തെയൊക്കെ തന്നെ മനേകാ ഗാന്ധി വലിയ തലത്തിൽ ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2019 ഏകദേശം 4.5 ലക്ഷത്തോളം വോട്ടാണ് മനേകാ ഗാന്ധി സുൽത്താൻപൂരിൽ നിന്ന് നേടിയത്. എന്തായാലും ഇത്തവണയും സുൽത്താൻപൂരിൽ മനേകാ ഗാന്ധി തന്നെയാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം പ്രതാപ്ഗഡ് ആണ്. പ്രതാപ്ഗഡിൽ BJPയുടെ സംഗം ലാൽ ഗുപ്തയും SP-യുടെ സ്ഥാനാർത്ഥി SP സിംഗ് പട്ടേലും തമ്മിലാണ് ശക്തമായിട്ടൊരു പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ 2019 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗുപ്ത തന്നെയായിരുന്നു പ്രതാപ്ഗഡിൽ വിജയിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലം, ശ്രദ്ധേയമായ മണ്ഡലം അലഹബാദാണ്. BJPയുടെ നീരജ് ത്രിപാഠിയും കോൺഗ്രസും തമ്മിൽ, അതായത് അലഹബാദിൽ മത്സരം നടക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. BJPയുടെ സ്ഥാനാർത്ഥി നീരജ് ത്രിപാഠിയാണ്. കോൺഗ്രസിൻ്റെ ഉജ്ജ്വൽ രേവതി രമൺ സിംഗും തമ്മിലുള്ള ശക്തമായിട്ടുള്ള മത്സരമാണ് അലഹബാദിൽ നടക്കുന്നത്. അതോടൊപ്പം മറ്റൊരു തീർച്ചയായും അതിശക്തമായ ഒരു പോരാട്ടം തന്നെ ഇത്തവണ UPയിൽ നടക്കും എന്നുള്ളതാണ് വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻതവണ BJPക്ക് ഏകപക്ഷീയമായ ഒരു മുൻതൂക്കമുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ശക്തമായ മത്സരം തന്നെ UPയിൽ നടക്കുന്നു.